എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. അത് കേട്ട് നിങ്ങളാരും നെറ്റരുത്. ഒരു കുട്ടി വേണം, അല്ലെങ്കിൽ അടുത്ത തലമുറ വേണം, ഈ ചിന്തകൾ പകർന്നു കൊടുക്കണം വേണം, അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. പക്ഷേ ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവുക. ഞാൻ തന്നെ എന്നെ അന്ന് പറഞ്ഞതുപോലെ അടുത്ത തലമുറ ജനിക്കാത്ത രീതിയിൽ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആക്കി വെച്ചിട്ടുണ്ട്. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഒരു ഡോക്ടർ മുമ്പിൽ ഞാൻ തന്നെ എൻ്റെ ലിംഗം അല്ലെങ്കിൽ പെനിസ് അല്ലെങ്കിൽ എന്നെ ഞാൻ ഡോക്ടറെ ഒന്ന് പരിശോധിക്കും. എന്തുവാടാ ഈ ആയുധം? വിചാരിച്ച പോലെ അല്ല നീ, അതൊക്കെ മേലെ മേലെ. ഞാൻ സ്വയം ആർജിച്ചെടുത്ത എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ഉത്തേജിപ്പിക്കാത്ത അവസ്ഥ. ഞാൻ വിളിക്കുന്നത് ഇങ്ങോട്ട് തുടങ്ങാമോ? ഞാൻ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞാണ്, ചേട്ടൻ ധൈര്യമായിട്ട് മുമ്പോട്ട് നോക്കോ, ഒരു പുല്ലും നടക്കില്ല, ഒരു ചുക്കും നടക്കില്ല. അങ്ങനെ സംഭവിച്ചൂടായില്ല, ശാസ്ത്രം വളരെയല്ലേ. ചേട്ടന് ന്യൂറൽ രീതിയിൽ ഇനാക്റ്റീവ് ആയി കഴിഞ്ഞു. ഈ ശരീരത്തിൽ ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ. ഒരിക്കലും ഇനി ചേട്ടന് മക്കള് ജനിക്കുന്ന സാധ്യതയേ ഇല്ല. എനിക്ക് ഉദ്ദീപനം ഉണ്ടെങ്കിലല്ലേ എനിക്ക് സെക്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യൂടാ. ആണാണെന്ന് പറഞ്ഞ് നടന്നാ പോരളിയാ, ഇതുപോലുള്ള ചില കാര്യങ്ങൾ കണ്ടുപിടിക്കണം, എന്നിട്ട് അതനുസരിച്ച് പെരുമാറാൻ പഠിക്കണം, മനസ്സിലായോ? സോ ഐ മൈസെൽഫ്, ഞാൻ സ്വന്തമായി തന്നെ എന്നെ എന്താക്കി മാറ്റി, ബൈബിളിൽ യേശുദേവൻ പറഞ്ഞതുപോലെ ഷണ്ടനാക്കി മാറ്റിയാൽ. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രാന്ത തലക്ക് കയറുക, പിന്നെ എന്താ ചെയ്യുക? ഡോക്ടർ രജിത് കുമാറിന് ഹ്യൂമൻ ഇമോഷൻസ് വരില്ല എന്നാണ്, അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സംശയം ഉണ്ടെങ്കിൽ അത് ഞാനിപ്പോ എനിക്ക് സുമേഷിനോട് ബെറ്റ് വെച്ച് പറയാൻ പറ്റും, ഏതൊരു അശ്ലീല വീഡിയോ സുമേഷ് വേണമെങ്കിൽ ഒരു TV-ലിട്ടോ മതി, എനിക്ക് അത് കേട്ടാ മതി. ഞാനും സുമേഷും കൂടെ ധൈര്യപൂർവ്വം നമുക്ക് രണ്ടുപേർ കൂടെ ജനിച്ച വേഷത്തിൽ മൂന്നാമതൊരു ജഡ്ജ്മെന്റ് നടത്താൻ കുറച്ച് പേരെ എത്തിയിട്ട് ആ വീഡിയോ കാണാം. വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാൻ. വീഡിയോ കാണുന്നവരെ ഞാനും അത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. എൻ്റെ ഒരു രോമം പോലും അനുകൂല. എനിക്കൊരു പ്രശ്നമേ അല്ല, അതാണ് കുമാറിന്റെ സ്റ്റാർമിന. നിങ്ങൾ വെറും മാന്യനല്ല, ലോകമാന്യനാണ്, ലോകമാന്യത്തിലകൻ. എൻ്റെ ഒരു രോമം അനങ്ങിയാൽ കടം വാങ്ങിച്ചെങ്കിൽ 1 ലക്ഷം രൂപ ഞാൻ സുമേഷിന് ഗിഫ്റ്റ് തരും. ഇല്ലെങ്കിൽ നീ 1 ലക്ഷം എനിക്ക് തരണം. ചലഞ്ച് ചെയ്യാൻ എനിക്ക് പറ്റും. പിന്നെ നിന്റെയൊക്കെ പരിശോധിക്കില്ല എന്റെ ജോലി. നിനക്ക് ഒരു വിചാരമുണ്ട്, നീ വലിയ ബുദ്ധിമാനാണെന്ന്. ഒരു കുഴപ്പമില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.